സഹായങ്ങളും പ്രവർത്തനങ്ങളും നടത്തുവാൻ വേണ്ടി ചക്കുവള്ളി പ്രവാസി കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പ്രളയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പാണ്ടിനാട് എന്ന് പറയുന്ന സ്ഥലത്ത് മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുവാൻ കഴിഞ്ഞതും അതിന്റെ പേരിൽ നമ്മുടെ ചക്കുവള്ളി പ്രവാസി കൂട്ടായ്മ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു കൂട്ടായ്മയായി മാറുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളും ഇവിടെ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അവരുടെ വാക്കുകൾ കേൾക്കാനായതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി കുറഞ്ഞ കാല അളവ് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാം മനസ്സിൽ പ്രത്യേക സ്ഥാനം പിടിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട വ്യക്തിത്വം, എന്തും പച്ചയായി സംസാരിക്കുന്ന പച്ച മനുഷ്യൻ, നമ്മോടൊപ്പം നിന്ന് വളരെയേറെ കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യ വ്യക്തി, ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി, ബഹുമാന്യ വ്യക്തിയെ എം മണി സാറിനെ ഈ വേദിയിലേക്ക് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഹാർദവുമായി ചക്കുവള്ളി പ്രവാസി കൂട്ടായ്മയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മുഹമ്മദ് റാഫി കുഴുവേലിൽ, പ്രസിഡന്റ് ചക്കുവള്ളി പ്രവാസി കൂട്ടായ്മ സ്ഥിരപ്രവർത്തന സ്വാഗതം ഷഫീഖ് പുരക്കുന്നിൽ, ജനറൽ സെക്രട്ടറി ചക്കുവള്ളി പ്രവാസി കൂട്ടായ്മ, ചികിത്സാ സഹായ വിതരണം ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് MP, വിദ്യാഭ്യാസ വായ്പാ വിതരണം ബഹുമാനപ്പെട്ട കെ സോമപ്രസാദ് MP, അനുമോദനം ശ്രീ കോവൂർ കുഞ്ഞുമോൻ MLA, ശ്രീ ഫിറോസ് കുന്നുംപറമ്പിൽ ജീവകാരുണ്യ പ്രവർത്തകൻ, ആശംസകൾ ശ്രീ അക്കരയിൽ ഹുസൈൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ശ്രീ ഫിറോസ് KP ഒരുവഴി ഗ്രാമപഞ്ചായത്ത് മെമ്പർ, ശ്രീ ലത്തീഫ് പെരുങ്കുളം സൂര്യനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർ, ശ്രീമതി റീന സൂര്യനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർ, ശ്രീ ഷിഹാബൂസി മൗലവി അൽക്കാസരി രക്ഷാധികാരി ചക്കുവള്ളി പ്രവാസി കൂട്ടായ്മ, ശ്രീ അൻസർ സലീം ചാരുവിള വൈസ് പ്രസിഡന്റ് ചക്കുവള്ളി പ്രവാസി കൂട്ടായ്മ, ശ്രീ മാത്യു ജോൺ പടിപ്പുരയിൽ സ്ഥാപക ജനറൽ സെക്രട്ടറി ചക്കുവള്ളി പ്രവാസി കൂട്ടായ്മ, അബ്ദുൾ സലീം അർത്തിയിൽ ഉപദേശക സമിതി അംഗം ചക്കുവള്ളി പ്രവാസി കൂട്ടായ്മ, ശ്രീ നവാസ് ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് ചക്കുവള്ളി പ്രവാസി കൂട്ടായ്മ, ശ്രീ റഷീദ് ഒരുവഴി ജോയിന്റ് സെക്രട്ടറി ചക്കുവള്ളി പ്രവാസി കൂട്ടായ്മ, ശ്രീ ബ്രദറൻ ചൂരനാട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ചക്കുവള്ളി പ്രവാസി കൂട്ടായ്മ, ശ്രീ MM മുജാസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ചക്കുവള്ളി പ്രവാസി കൂട്ടായ്മ, ശ്രീ ഷേർലി അലി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ പ്രവാസി കൂട്ടായ്മ, കൃതജ്ഞത ശ്രീ അക്കരയിൽ ഷഫീഖ് ട്രഷറർ ചക്കുവള്ളി കൂട്ടായ്മ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ചക്കുവള്ളി കൂട്ടായ്മ എന്ന പ്രവാസി പ്രസ്ഥാനം ഇവിടെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത്, പ്രത്യേകിച്ച് അടുത്ത നാളിലുണ്ടായ പ്രകൃതി ദുരന്തം, ഇതിലെല്ലാം വലിയ സഹായം നൽകി എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിൽ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് മണലാരണ്യത്തിൽ അഥവാ ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങൾക്കും എല്ലാം മർദ്ദന സംവിധാനങ്ങൾക്കെല്ലാം വിധേയമായി, അതാണ് കഠിന വെയിലും ചൂടും എല്ലാം അടിച്ച് അധ്വാനിച്ച് പണം സമ്പത്തുണ്ടാക്കുന്നവരാണ്. കഠിനാധ്വാനം ചെയ്ത അവർ സമ്പത്തുണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിൽ ഇവിടുത്തെ കാലാവസ്ഥ തന്നെ ഒരു വെല്ലുവിളിയാണ്. മറ്റ് രാജ്യങ്ങളിൽ വരെ വിവിധ രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് പോകുന്നത്, അങ്ങനെ പോകുന്ന ആളുകൾ അവിടെ കഠിനാധ്വാനം ചെയ്താണ്
കൂലിയും ശമ്പളവും എല്ലാം ഉണ്ടാക്കുന്നത്. അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കുന്ന ശമ്പളത്തിന്റെ അവിടെ വരുമാനത്തിന്റെ ഒരു പങ്ക് ഇവിടെ മനുഷ്യ സ്നേഹപരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുടക്കുന്നു എന്നതാണ് പ്രിയമുള്ളവര് ഇവർ വഹിക്കുന്ന പങ്ക്. അതൊരു മഹത്തായ പങ്കാണ്, നിസ്സാരമല്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനുള്ളൂ. നമുക്കറിയാം, ഈ കഴിഞ്ഞ പ്രളയത്തില് നമ്മുടെ കേരളത്തിൽ ലോക ചരിത്രത്തിലുണ്ടാകാത്ത മഴയും ഉരുളുപൊട്ടലും പ്രളയവുമാണ് ഉണ്ടായത്. നമ്മുടെ ചരിത്രത്തിൽ 1924 ഏറ്റവും വലിയ വെള്ളപ്പൊക്കവും ഉരുളുപൊട്ടലും ഉണ്ടായത്. അന്ന് നിരവധി മനുഷ്യൻ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മുൻഗാമികൾ ജീവൻ വെടിയേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അതിലും എത്രയോ തീക്ഷ്ണമായിരുന്നു ഇത്തവണ ഉണ്ടായത്. ലോക ചരിത്രത്തിൽ ഇതുപോലെ മഴ കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇന്നേ വരെ. അത്രയും വലിയ മഴയാണ് ഉണ്ടായതെന്നാണ് സാർവദേശീയ ഏജൻസികൾ പോലും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവിടെ ആരെന്തെല്ലാം പറഞ്ഞെന്നാലും ഇവിടെ കേന്ദ്ര ജല കമ്മീഷൻ പറഞ്ഞത് ഏറ്റവും വലിയ കഠിനമായ പ്രളയമാണ് ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കിയത്. അതുകൊണ്ട് മറ്റാരെങ്കിലും പറയുന്നത് പോലെ ഡാം തുറന്നു വിട്ടത് കൊണ്ടൊന്നും അല്ല, മനുഷ്യവൃത്തിയൊന്നും അല്ല. ഇത് യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ സൃഷ്ടിയാണ്, അതിന്റെ കെടുതിയാണ് നമ്മൾ നേരിട്ടത്. ഏതാണ്ട് 459 നമ്മുടെ സഹോദരങ്ങൾ ജീവൻ വെടിയാൻ ഇടയായി. ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്ക് പറ്റി. ഏതാണ്ട് 10-17,000 വീടുകൾ പോയി. ലക്ഷക്കണക്കിന് വീടുകൾക്ക് കേടുപാട് വന്നു. 10,000കണക്കിന് വളർത്തു മൃഗങ്ങൾ, ആടുമാടുകൾ ചത്തൊടുങ്ങി. ലക്ഷക്കണക്കിന് വളർത്തു പക്ഷികളെ, കോഴിയും താറാവും മറ്റു പക്ഷികളും യഥാർത്ഥത്തിൽ ചത്തൊടുങ്ങി പോയിട്ടുണ്ട്. കൃഷിനാശം അത് അങ്ങനെ വേറെ. ഇതിന്റെ നാശം 5000 കിലോമീറ്റർ റോഡെല്ലാം നഷ്ടപ്പെട്ടു പോയി. 200 പാലങ്ങൾ തകർന്നു. 100 കണക്കിന് കലുങ്കുകൾ തകർന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളം ആകെ വികൃതമായി പോയി. എവിടെ ചെന്നാലും മനോഹരമാണ് നമ്മുടെ കേരളം എങ്കിൽ ഈ പ്രകൃതിക്ഷോഭം അതിനെ വികൃതമാക്കിയിരിക്കുന്നു. ഇനി ഇതിനെ പുനഃസംവിധാനം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് കേരളം നവകേരള സൃഷ്ടിയാണ് ഇനി നമുക്ക് മാർഗം. കേരളത്തെ പുനഃസൃഷ്ടിക്കുക എന്ന ചരിത്രപരമായ കടമയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയാൻ കാരണം അതാണ്. അതുകൊണ്ട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഞാൻ പറയാം, ഇവിടെയുള്ള നിങ്ങൾ ഈ കൂട്ടായ്മ തന്നെ ഇവിടെ തന്നെ നടത്തിയ പ്രവർത്തനങ്ങൾ, ഇവിടെ നിങ്ങൾ വിതരണം ചെയ്ത സംഭാവനകൾ, മറ്റ് സഹായങ്ങൾ ഈ ദുരന്തത്തിൽ നിങ്ങൾ സംഭാവന ചെയ്തു. നിങ്ങൾ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള നമ്മുടെ സഹോദരങ്ങൾ ഞങ്ങൾ സഹായിക്കാം, ഞങ്ങളെ കഴിയുന്നത് എന്ന് അവർ നമ്മളോട് ആവശ്യപ്പെടാൻ ഇടയായി. അങ്ങനെ നമ്മുടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാവരും പോകാൻ ഒരുങ്ങി. നമ്മുടെ പ്രധാനമന്ത്രിയെ കണ്ടു. അദ്ദേഹം പ്രോത്സാഹജനകമായി നന്നായി സംസാരിച്ചു. അവസാനം പൊളിറ്റിക്കൽ ക്ലിയറൻസിന് എഴുതി കൊടുത്തു. അപ്പോ മുഖ്യമന്ത്രി മാത്രം പോയാൽ മതി, മറ്റു മന്ത്രിമാരൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് നമ്മളെ യഥാർത്ഥത്തിൽ എങ്ങനെ നമ്മളെ ദ്രോഹിക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നതാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ല. വിവിധ സംസ്ഥാനങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രവാസികൾ, നമ്മുടെ സഹോദരങ്ങൾ പണം പിരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അഭിമാനം തോന്നുന്നു നിങ്ങളെ പറ്റി. അത് നിസ്സാര കാര്യമല്ല. ഞങ്ങൾ സഹായിക്കാൻ ഞങ്ങളെ സമ്മതിച്ച് ഇപ്പോഴും പറയുന്നു പ്രിയമുള്ളവര്. അതുകൊണ്ട് നിങ്ങൾ പ്രവാസികൾ, നമ്മുടെ സഹോദരങ്ങൾ മറ്റു നാടുകളിൽ പോയി വെയിലും കൊണ്ട് ചൂടേറ്റ് തണുപ്പടിച്ച് അവിടുത്തെ നിയമങ്ങൾ, കരി നിയമങ്ങൾ ചരിച്ചാൽ ചിലപ്പോൾ ജയിലിൽ പോവും. ശിക്ഷ എന്ന് പറയുന്ന രക്ഷണ ശിക്ഷയാ. ഇവിടെ ആണെന്നൊരു നിയമവും വ്യവഹാരം ഇതെല്ലാം ഉണ്ട്. അവിടുത്തെ ശിക്ഷ എന്ന് പറഞ്ഞാൽ കഠിന ശിക്ഷയായിരിക്കും. തലവെട്ടിക്കളയാൻ തീരുമാനിച്ചാൽ തലവെട്ടിക്കളയും. അതാണ് ചില രാജ്യങ്ങളിലെ ശിക്ഷയത. പക്ഷേ ഈ സാഹചര്യത്തിൽ പണിയെടുത്ത് ആ പണിയെടുക്കുമ്പോൾ പോലും നിങ്ങൾ നിങ്ങളുടെ നാടിനോട് പ്രതിബദ്ധത കാണിക്കുന്നു. നിങ്ങളുടെ സഹോദരങ്ങളോട്, നമ്മുടെ രാജ്യത്തുള്ളവരോട്, കേരളത്തിലുള്ളവരോട് നിങ്ങൾ പ്രതിബദ്ധത കാണിക്കുന്നു, സഹോദര സ്നേഹം കാണിക്കുന്നു. അവരുടെ കണ്ണുനീരിലും ദുഃഖത്തിലും നിങ്ങൾ പങ്കാളിയാകുകയും അവരെ ഒരു കൈ സഹായിക്കാൻ തയ്യാറാകുന്നു എന്നതാണ് പ്രിയമുള്ളവര് പ്രവാസി സഹോദരങ്ങൾ ചെയ്യുന്ന പണി. അതിൽ ചക്കവള്ളി പ്രവാസി കൂട്ടായ്മ ഈ കാര്യത്തിൽ വലിയ സേവനവും വലിയ പങ്കും വഹിക്കുന്നു എന്ന് കാണുന്നതിൽ എനിക്കറിയായ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് അറിയിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഈ നല്ല മനസ്സ് ഇനിയും തുടരണം.
നമുക്ക് ഇവിടെയോ തൊഴിൽ കണ്ടെത്താൻ വിഷമമാണ്. അതുകൊണ്ട് നിങ്ങൾ ലോകത്തെവിടെയായാലും പോയി തൊഴിൽ ചെയ്യാനും, അങ്ങനെ തൊഴിൽ ചെയ്യുമ്പോൾ ഇവിടെ കഷ്ടത അനുഭവിക്കുന്ന ദുരന്തമൊക്കെ വരുമ്പം ഒരു കൈ സഹായത്തിന് നിശ്ചയമായും നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ തയ്യാറാകും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭിപ്രായപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പരിശ്രമം, നിങ്ങളുടെ കൂട്ടായ്മ, ചക്കുവള്ളി പ്രവാസി കൂട്ടായ്മ ഏറ്റവും ഫലപ്രദമായ പ്രവർത്തനം സംഘടിപ്പിക്കണം. ലോകത്തെമ്പാടുമുള്ള നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് അഭിമാനമാണ്. അവർ കഷ്ടപ്പെട്ട് അവിടെ പോയി സമ്പത്തുണ്ടാക്കിയാൽ അതിന്റെ ഒരു ഭാഗം ഇവിടെ കൊണ്ട് മുടക്കുന്നു. ഈ നാടിന്റെ പുരോഗതിക്ക് ഇവിടെ കഷ്ടത വന്നാൽ, ദുരന്തം വന്നാൽ നമ്മളെ സഹായിക്കാൻ തയ്യാറാകുന്നു. അതുകൊണ്ട് അവരുടെ സേവനം മഹത്തായ സേവനമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഈ മഹത്തായ സമ്മേളനം, ഈ കൂട്ടായ്മ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട്, നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, നിങ്ങളോട് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട്, സംസ്ഥാന ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ നിങ്ങളോട് നന്ദിയുണ്ട് എന്നറിയിച്ചുകൊണ്ട് ഞാൻ ഈ അവസരം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരെ, അടുത്തതായി ചക്കുവള്ളി ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവുകയാണ്. ചക്കുവള്ളി പ്രവാസി കൂട്ടായ്മ ഭാവിയിൽ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി വീടും വസ്തുവുമില്ലാത്ത നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് നൽകുന്നതിന് വേണ്ടി ആദ്യമായി ഷൈജു വസ്താമുക്ക് 2 സെന്റ് വസ്തു ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി നൽകുകയാണ്. അതിന്റെ സമ്മതപത്രം കൈമാറുന്നതിനായി ബഹുമാനപ്പെട്ട ഷൈജു പാനുവിനെയും അത് സ്വീകരിക്കുന്നതിനായി ചക്കുവള്ളി പ്രവാസി കൂട്ടായ്മയുടെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് റാഫി കുഴുവേലിയെയും ക്ഷണിച്ചുകൊള്ളുന്നു. മന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ഈ സമ്മതപത്രം കൈമാറുന്നത്.